പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ. ഞാൻ ഉച്ചയ്ക്കില് പോത്ത് കിടന്നുറങ്ങണ പോലെ കിടന്നുറങ്ങി. എനിക്കറിയില്ല, ഞാൻ അങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നീക്കാം എന്ന് വിചാരിച്ചു, ലൈവൊക്കെ പോവാം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇല്ലേ, ഞാൻ അങ്ങനെ ഉറങ്ങി എന്തൊക്കെയോ സ്വപ്നങ്ങൾ കണ്ടിട്ട് അങ്ങനെ കിടന്നുറങ്ങി. അപ്പോൾ ഉറങ്ങി നീറ്റപ്പില്ലേ പെട്ടെന്ന് 3:45 അപ്പോൾ ഇനി കിടന്നു കഴിഞ്ഞാൽ നമുക്ക് പിള്ളേർ വരുമ്പോഴേക്കും എന്തെങ്കിലും ഒപ്പിക്കണമല്ലോ. അപ്പം അത് നേരം വൈകും. നീറ്റ് പാടാൻ ഞാനൊരു കട്ടൻ അങ്ങോട്ട് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, അപ്പോൾ കട്ടൻ ചായ കുടി കുറച്ച് കൂടുതലാണ് എന്നുള്ളത്. അപ്പം ഇനി ആ ഉറക്കത്തിൻ്റെ ചടപ്പ് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസ് കട്ടൻ ചായ ഉണ്ടാക്കി. നമുക്ക് ഇന്ന് എന്താ ഒരു അപ്പം ഉണ്ടാക്കാം. അപ്പം എന്ന് വെച്ചാൽ വെള്ളയപ്പം. ചിലർക്കൊക്കെ അറിയാം, ചിലർക്ക് അറിയാത്തവരുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് അത്ര വലിയ പാടൊന്നുമില്ല കേട്ടോ. ഞാനത് ഇതിൻ്റെ റെസിപ്പി ഒന്നുമല്ല, ഇൻസ്റ്റഗ്രാമിൽ അങ്ങനെ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയത്. പക്ഷെ അടിപൊളിയായിരുന്നു. പെട്ടെന്നൊക്കെ നമുക്ക് പിള്ളേർ വരുമ്പോഴേ, ഞാൻ പറഞ്ഞ ഇവിടെ പിള്ളേർക്ക് ചോറിനേക്കാളും ഇഷ്ടം ഇങ്ങനത്തെ കുന്ത്രണ്ടങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിന്ന് അതാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിന് വേണ്ടിയിട്ട് റവ വേണം, കുറച്ച് മൈദയോ അല്ലെങ്കിൽ ആട്ടപ്പൊടിയോ, പഞ്ചസാര, ഈസ്റ്റ്, ഉപ്പ്. ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ റവ ഞാൻ ഇതെടുക്കണുണ്ട്, എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അത് ബാക്കി വയ്ക്കണില്ല. ഒരു 2 കപ്പ് ഉണ്ടാവുമായിരിക്കും. 2 കപ്പ് ഇതെടുത്തിട്ടുണ്ട്. ഫോൺ ക്ലിയർ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. വേറൊരു ഫോണൊന്നും എനിക്ക് കണ്ടു നോക്കിയാലേ അറിയണ്ടാവുള്ളൂ. എനിക്കിങ്ങനെ നോക്കുമ്പോൾ ക്ലിയർ ഇല്ല. ഓക്കെ, ഇത് വേറെ ഇപ്പോൾ ആരെങ്കിലും ക്ലിയർ ഇല്ല എന്നാരും പറഞ്ഞൊന്നുമില്ല, എന്തായാലും ആവട്ടെ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റാണ് കേട്ടോ. ഒരു 2 ടീസ്പൂൺ അല്ല, 1 ടേബിൾ സ്പൂൺ കഷ്ടി ഉണ്ടാവും. ഞാൻ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ഇട്ട് കൊടുത്തു. നല്ല ടേസ്റ്റ് ആട്ടോ. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട് പറ്റും. എപ്പോഴും അരിപ്പൊടി, ഞാൻ പറഞ്ഞ അരിപ്പൊടി കഴിഞ്ഞു എന്നുള്ളത്. പിന്നെ ഇപ്പോൾ ഈ ഇത് നമ്മുടെ ഉഴുതുദോശയൊക്കെ എപ്പോഴും കഴിക്കണമായോണ്ടേ, എന്തെങ്കിലും കഴിക്കാത്ത എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങളാകുമ്പോൾ അവർക്കൊരു തൃപ്തിയാവുമായിരിക്കും. പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ മൈദ അല്ലാത്ത ആട്ടപ്പൊടി, മൈദ ആട്ടപ്പൊടി ഏതെങ്കിലും ഒരെണ്ണം കേട്ടോ. ഒരു 4 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ടേ. 4 5 ആക്കാം. പിന്നെ ഒരു പിഞ്ചുപ്പ്, ഉപ്പും പഞ്ചസാര. ലേശം മതി, 1 ടേബിൾ സ്പൂൺ കൊടുത്തു. ഒരു ചൂടുവെള്ളം എന്ന് പറയുമ്പോൾ ഒരുപാട് ചൂട് വേണ്ട, ഒരു ഇളം ചൂട്. ഇതിപ്പോൾ ഇളം ചൂടേ ഉള്ളൂ. മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് കൂടുതലുണ്ടെങ്കിൽ ഇത് അരയാൻ വേണ്ടിയിട്ട് പാടാവും. നമ്മുടെ മിക്സിക്ക് ചെറുന്നൊരു ഷോക്ക് ഉണ്ട്. എങ്ങനെയാണോ കുഞ്ഞ് ഒരു ഉറുമ്പ് കടിക്കണ പോലെ. അതിനകത്തേക്ക് ഇനി വെള്ളമായോ എന്തോന്നാവോ. ഞാൻ ഈ വെയിൽ 2 ദിവസം ഉണ്ടായിരുന്നു, അപ്പം ഒന്ന് പുറത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. അതൊന്നും നടന്നില്ല. ഇനി നമ്മളില്ലേ അരച്ച് നോക്കിയിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളം ഒരുപാടായി കഴിഞ്ഞാൽ പറ്റില്ല കേട്ടോ. ഷോക്ക് അടിക്കുന്നുണ്ടാ? എനിക്ക് വലിയ പേടിയുള്ള സംഭവമാണ് കേട്ടോ ഈ ഷോക്ക് അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ വീട് മൊത്തത്തിൽ അല്ലെങ്കിലേ ഷോക്ക് അടിച്ചിട്ടാണ് ഞാൻ പറയാറുണ്ടല്ലോ. ഒരു ചുമരിൻ്റെ ലൈറ്റ്, ഒരു റൂമിൽ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ചുമര് മൊത്തം നമുക്ക് ഷോക്ക് അടിക്കും കേട്ടോ. നമുക്ക് തൊടാൻ പറ്റില്ല, അത്രയും പവറിൽ അടിക്കുന്നുണ്ട്. ഈ മിക്സിയിൽ അടിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ കാണാം. എന്താ ഏതാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഇത് പക്ഷേ ഒരു ഉറുമ്പ് കടിക്കുന്നേക്കാളും കുറച്ചും കൂടെ അധികമായി പോയി. അങ്ങനെ മെല്ലിയും കണ്ടിട്ടൊക്കെ ഞാനത് അങ്ങോട്ട് ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ. ചെറുതിനൊരു ഷോക്ക് അടിച്ചിട്ടായിരുന്നു. എങ്ങനെയാണോ അറിയില്ല. ഇതപ്പോൾ മാവ് ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ മൊത്തത്തിൽ നമ്മളിതൊരു പാത്രത്തിലാക്കിയിട്ട് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വയ്ക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഒരു കറിയും കൂടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോഴേക്കും ടൈമിങ് കറക്റ്റ് ആയിക്കോളും.
ഒന്ന് ഇളക്കി റെഡിയാക്കാം കേട്ടോ. ഞാൻ നടത്തി വെക്കട്ടെ. മിക്സി കുട്ടനെ വേണ്ട, എടുത്തേക്ക്. അരക്കിലൊക്കെ കഴിഞ്ഞിട്ട് മിക്സി എടുത്ത് വെച്ചിട്ട് നമുക്ക് അവിടെ പാടൊന്ന് തുടയ്ക്കണം കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവൻ ഇങ്ങനെ കിടക്കണമെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊക്കെ മൊത്തം തുടച്ച് അപ്പം എൻ്റെ കൈ ആ സ്റ്റെവുമ്പിലേക്ക് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊക്കെ പോകും. അപ്പോൾ അപ്പാടെ എല്ലാവരും ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് അങ്ങനെ പിന്നെ നമ്മുടെ ഒതുങ്ങി കഴിഞ്ഞൊരു സമാധാനമാണ് കേട്ടോ. പിന്നെ നമുക്ക് ആ ജാറും മിക്സിയുടെ ജാറും 2 പാത്രങ്ങളുണ്ട്, അതങ്ങോട്ട് കൈയോടെ കഴുകി വെക്കുക. അല്ലെങ്കിൽ പിന്നെ അതിങ്ങനെ കിടന്ന് പെരുകി പിന്നെ നമുക്ക് ഒരുപാടായി തീരും. അപ്പോൾ അതിനെക്കാട്ടിലും നല്ലത് കുറച്ചൊരു ഗ്യാപ്പ് ഒഴിവുണ്ടല്ലോ, ആ സമയം കൊണ്ട് നമുക്ക് അത് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മിക്സിയുടെ ജാറിൽ ചെറിയ ജാറ് കുറച്ച് കേടായിട്ടുണ്ട്, അതിൻ്റെ ഇടയിലൊരു വിള്ളലുണ്ട്. അപ്പോൾ അതിന്ന് വെള്ളം ഇറങ്ങിയിട്ടാണോ എന്താണെന്നൊന്നും അറിയില്ല, അതൊന്ന് നേരാക്കാൻ കൊടുക്കണം. എപ്പോഴും നമുക്ക് ചെറിയ ജാറല്ല ആവശ്യം വരിക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു സിപ്പ് ചായ അടിക്കാമെന്ന് വിചാരിച്ചു. ഒരു 1/2 ഗ്ലാസ് കട്ടൻ ചായ ഉറങ്ങി നീട്ടിട്ട് അത് കുടിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചതാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഈ പണി തിരക്കിലൊക്കെ അതങ്ങനെ എപ്പോഴും അങ്ങനെയാണ് കേട്ടോ. ചായ ഒഴിച്ച് വെക്കും, കുടിക്കാൻ വേണ്ടി ഞാൻ വിട്ടുപോകും. എനിക്കാണെങ്കിൽ ഓവർ ചൂടും പാടില്ല, എന്നാൽ നല്ലോണം ചൂടാറാനും പാടില്ല. ഇപ്പം നോക്കുമ്പോൾ അത് കുടിക്കാൻ പറ്റുന്ന രീതിക്ക് തണുത്തിട്ടുണ്ടെങ്കിൽ ഏതായാലും അതങ്ങനെ ഇരിക്കട്ടെ വിചാരിച്ച് ചായയൊക്കെ കുടിച്ച് വേഗം നമുക്ക് ഇനി ഈ കിഴങ്ങും കാര്യങ്ങളും സവാളയും ഒക്കെ അരിയാൻ വേണ്ടിയിട്ടുണ്ട്. ഈ ഒറ്റയ്ക്കാവുമ്പോൾ ഈ പിള്ളേർ ക്ലാസ് കഴിഞ്ഞ് വരുന്ന സമയത്ത് എനിക്കൊരു എനർജിയാണ് കേട്ടോ. അവരങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഷാജേട്ടൻ പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഭയങ്കര ഡൗണാണ്. എനിക്ക് ചെയ്യണം ഉണ്ട് കാര്യങ്ങളൊക്കെ 100 കൂട്ടം കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. പക്ഷേ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് മെൻ്റലി ഞാൻ ഓക്കെ അല്ല. എന്തൊക്കെയോ ചിന്തകൾ ഇങ്ങനെ വന്നും പോയി കൊണ്ടിരിക്കുക. അപ്പോൾ അതങ്ങനെ ഞാൻ കിടക്കും. ഞാൻ പറയാറില്ല, എനിക്ക് ടെൻഷൻ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ആ കിടപ്പ് അങ്ങനെ കിടക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ അങ്ങനെ കിടന്ന് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഓക്കെ ആവും. ചിലത് അങ്ങനെ കിടക്കുകയും ചെയ്യും കേട്ടോ. അപ്പം മടി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും അവതാളത്തിലാവും. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് രാത്രി ഉറക്കം ശരിയായിട്ടില്ലെങ്കിൽ ഉച്ചയ്ക്ക് ഇതേപോലെ കുറച്ച് നേരം ഉറങ്ങി ബാലൻസ് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊന്ന് ഉറങ്ങി നീറ്റപ്പോൾ ഒന്ന് ഓക്കെ ആയി. പക്ഷെ എന്നാലും നമുക്ക് ആ ഉറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാലും അധികം ഒരു മൂഡ് ഓഫ് ആണല്ലോ. എനിക്ക് അങ്ങനെയാണ്, ഉച്ചയ്ക്ക് ഉറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസമേ ഒരു പോക്ക് പോലെ തോന്നും, എനിക്ക് ഇഷ്ടമല്ലാത്ത പോലെ തോന്നും കേട്ടോ. മൊത്തത്തിൽ എനർജി പോയ പോലെ തോന്നും. അതുകൊണ്ട് തന്നെ മിക്കതും ഞാൻ ഉറങ്ങാറില്ല. നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ കിടക്കില്ലേ, എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ ഒരു റെസ്റ്റ് കിട്ടുന്നതാണ്. ഇന്ന് എന്താണെന്നാവോ അങ്ങനെ കിടന്നുറങ്ങി കേട്ടോ. ഇപ്പം നമ്മുടെ ഉള്ളിയും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കി, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഉണ്ടാക്കി, സവാളയും ഒക്കെ ഉണ്ടാക്കി കേട്ടോ. ഇനി ഇത് കിഴങ്ങുണ്ട്, നമുക്ക് 2-3 കിഴങ്ങും കൂടെ അതിൽ കൂട്ടാം. പിന്നെ ഈ കോളിഫ്ലവർ ഞാൻ നല്ലോണം ഇങ്ങനെ കുനുകുനുന്നനായിട്ട് അരിയുക, വലുതാക്കി ഇടാറില്ല. അങ്ങനെ കൊത്തി അരിഞ്ഞ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മസാലക്കറി ആകുമ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നല്ല കുഴഞ്ഞിരിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആവും. വലുതാക്കി ഇടുമ്പോൾ എനിക്കത് എന്തോ ടേസ്റ്റ് തോന്നില്ല. അരികലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഞാൻ നമ്മുടെ കോളിഫ്ലവറും കിഴങ്ങും കൂടെ അരിഞ്ഞു, മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചു. ഇനിയിപ്പോൾ വല്ല വിഷമോ കാര്യങ്ങളുണ്ടെങ്കിൽ പോട്ടെ വിചാരിച്ചു. ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉള്ളി, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി, വേപ്പില, പച്ചമുളക്. കുറച്ച് ദിവസം ഉണ്ടായിട്ട് വീഡിയോ തന്നിട്ട് ഈ ട്രൈപോഡിൽ വെക്കുമ്പോൾ ചടപ്പാവണം, മട്ടി അവളെ ഇരട്ടി പണിയാണ് ഇതിൽ വെക്കുന്നത് കേട്ടോ. നമുക്ക് കറക്റ്റ് കിട്ടുക വേണം. ചിലപ്പോൾ കുക്കിങ്ങിന് കിട്ടുമ്പോൾ എന്നെ കിട്ടില്ല. അപ്പോൾ അത് ചാച്ചും ചെരിച്ചൊക്കെ വെക്കുമ്പോഴേക്കും 1/4 മണിക്കൂർ അങ്ങനെ പോകും. അപ്പോൾ എന്തായാലും നമുക്കിനി വേഗം കറി വെക്കാം കേട്ടോ. കുക്കറിൽ വെക്കാൻ നമുക്ക് കിട്ടും, എന്താ വെച്ചാൽ വേഗം ആവുകയും ചെയ്യും. 2 ദിവസമായിട്ട് ഇന്നലെയും മിനിഞ്ഞാന്നും നല്ല വെയിലുണ്ട്. അതുകൊണ്ട് കാലാവസ്ഥയൊക്കെ കുറച്ച് കുഴപ്പമില്ല കേട്ടോ. ഇനിയിപ്പോൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ നാളെ തിരുമ്പണം നമുക്ക് തോട്ടിൽ പോയിട്ട്. ഇനിയിപ്പോൾ ഞാനങ്ങനെ തിരുമ്പണമെന്ന് വിചാരിച്ചാൽ പിറ്റേ ദിവസം നല്ല മഴയായിരുന്നു. അങ്ങനെയാണ് മിക്കതും ഉണ്ടാവാറ്. ഈ കുക്കർ ചൂടായിട്ട് ബാക്കി കാര്യം നോക്കാം. എണ്ണ പൊട്ടിച്ച് ഒഴിക്കാണ്ട് മറന്നു. ഇപ്പോൾ എല്ലാം കേട്ടോ ഫുഡുണ്ടാക്കണേ. എനിക്കാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് പറ്റിയിട്ടല്ല കേട്ടോ. പിന്നെ വേറെ മാർഗ്ഗമില്ല, അതുകൊണ്ട് ഓയിൽ മേടിച്ചു. ഓയിലിനും 2 രൂപ 3 രൂപ വെച്ച് കൂടിയിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ കൂട്ടുമ്പോൾ ഞാനായിട്ട് എന്തിനാണ് കൂട്ടാണ്ടിരിക്കുന്നത് എന്ന് വിചാരിച്ചിട്ടായിരിക്കും. എന്തായാലും നമ്മുടെ സാധാരണക്കാരുടെ കാര്യം ഹതാഹുത. ഇനിയിപ്പോൾ എപ്പോഴാണോ ഈ നാളികേരം, ഇപ്പോൾ എന്തായാലും എണ്ണയുടെ ഒന്നും നാളികേരത്തിന് വില കുറയില്ല, ഓണായില്ലേ. അപ്പോൾ നമ്മൾ ആ പ്രതീക്ഷയൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് ഓയിലിന് ശരണം പ്രാപിക്കാം. ഓക്കെ, പിന്നെ മൂടിന് ഒരാട്ടുണ്ട്, ആട്ടക്കരിയാണ്. വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയുണ്ട് തന്നെ ഇപ്പോൾ ഓയിലാണ് കുക്കിംഗ് ഒക്കെ. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയൊരു പിടുത്തല്ല, ഇടുന്നൊരു ടേസ്റ്റ് എനിക്ക് വല്ലാണ്ട് പിടിക്കില്ലേ. ഓയിലൊക്കെ
ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ സവാള ഇട്ട് കൊടുക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില ഇതെല്ലാം കൂടെ ഒന്നിട്ട് കൊടുത്തിട്ട് മൂക്കണം കേട്ടോ. ആദ്യം സവാളയും വേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തത്, എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തു. ഇതൊന്ന് ബ്രൗൺ കളറായിട്ട് വരുന്ന വരെ നമ്മൾ അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കുക. തക്കാളി വെന്തുടയണം കേട്ടോ. ആ വെന്തുടഞ്ഞ് വരുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കാശ്മീരി ചില്ലിയുടെ കളറിന് വേണമെങ്കിൽ കുറച്ചിട്ട് കൊടുക്കുക. പിന്നെ പറഞ്ഞ പോലെ ചിക്കൻ മസാലപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ആ പൊടിയുടെ പച്ചമണം മാറുന്ന വരെ നല്ലോണം ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കിഴങ്ങും കോളിഫ്ലവറും കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇതില്ലേ വേവിച്ചിട്ട് സെപ്പറേറ്റ് വേവിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ പിള്ളേർ വരാനുള്ള നേരം കൊണ്ടും പിന്നെ എളുപ്പപ്പണി ആവാൻ വേണ്ടിയിട്ടുമാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. രണ്ട് രീതിക്ക് വെക്കുമ്പോഴും ടേസ്റ്റിന് നല്ലോണം വ്യത്യാസമുണ്ട്. വഴറ്റിയിട്ട് നമ്മൾ ഈ കിഴങ്ങും കോളിഫ്ലവറൊക്കെ വേവിച്ചിട്ട് വഴറ്റിയിലിട്ടിട്ട് അങ്ങനെ വേവിക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതും ടേസ്റ്റിന് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷേ എളുപ്പപ്പണിയാണ്, പെട്ടെന്ന് ആക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ കോളിഫ്ലവറും പാകത്തിന് ഉപ്പൊക്കെ ഇട്ടെടുത്ത് ഒരു തുള്ളി വെള്ളം കൂടെ ഒഴിച്ചിട്ട് അങ്ങോട്ട് അടച്ച് വെച്ചു. ഇനി അതങ്ങനെ വേവട്ടെ കേട്ടോ. 2 വിസിലൊക്കെ വരുമ്പോഴേക്കും അസലായിട്ട് വെന്ത് കിട്ടും. എന്നിട്ട് നമ്മൾ അവിടേക്ക് ഒന്നും കൂടെ കൈയോടെ ഒന്ന് തുടച്ചെടുത്തു, വൃത്തിയാക്കിയിട്ടു. എന്നിട്ട് നമ്മൾ മഴ വരുന്നുണ്ട് എന്നൊരു തോന്നൽ തോന്നിയപ്പോൾ ഞാൻ വേഗം, നമ്മുടെ കണ്ണൻകുട്ടിയുടെ ബെഡ്ഷീറ്റാണ് കേട്ടോ, പുതപ്പാണ്. അപ്പോൾ അവൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ജലദോഷവും ചുമയൊക്കെ ആയ കാരണം ഞാൻ 2 ദിവസം കൂടുമ്പോൾ വിരിപ്പ് മാറ്റി കൊടുക്കും. അപ്പോൾ അവൻ്റെതാണ്. അല്ലെങ്കിൽ ഇത് നനഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി പുതയ്ക്കാൻ വേണ്ടിയിട്ടുണ്ടാവില്ല. അതങ്ങോട്ട് കൈയോടെ എടുത്ത് വെച്ചു. അതിൻ്റെ ഇടയിലുള്ളതൊക്കെ ഇങ്ങനെ വെയിലത്ത് വാടണത് ഉണങ്ങണത് ഞാൻ അവിടെ കൊടുന്ന് മടക്കി വെക്കും കേട്ടോ. എന്നിട്ട് ഞാൻ കുറച്ച് സമയം ഉണ്ടല്ലോ നമുക്ക് ആ കിഴങ്ങും കാര്യങ്ങളും കോളിഫ്ലവറൊക്കെ വേവണ സമയത്ത് വേറെ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ടില്ല. അപ്പോൾ കൈയോടെ ഇങ്ങോട്ട് അടിച്ച് വാരിയിടാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ തുടക്കണില്ല കേട്ടോ. ഇന്നലെ തുടച്ചു. ഇപ്പോൾ 2 ദിവസം കൂടുമ്പോൾ തുടച്ചാൽ മതി. അത്ര പൊടി അഴുക്കും കാര്യങ്ങളൊന്നുമില്ല. ശനിയാഴ്ചയും ഞായറാഴ്ചയും, ശനി ഞായറാണ് ഇവിടെ അംഗം. അപ്പോൾ പിന്നെ വെള്ളിയാഴ്ച തുടച്ചിട്ട് കഴിഞ്ഞാൽ ശനി ഞായറും തുടങ്ങണം കേട്ടോ വൈകിട്ട്. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ 1 ഇടവിട്ട് തുടച്ചാൽ മതി. എന്താ വെച്ചാൽ ഞാൻ മാത്രമല്ലേ ഉള്ളൂ, ഇവരൊന്നും ആരും ചവിട്ടി കുത്താൻ വേണ്ടിയിട്ടില്ലല്ലോ. വൈകുന്നേരം വരുമ്പോഴേക്കും എല്ലാവരും മേല് കഴുകി വീട്ടിൻ്റെ ഉള്ളിൽ അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങില്ല കേട്ടോ. അങ്ങനെ എല്ലായിടും അടിച്ച് വാരി ഒതുക്കി വെച്ചു. ഡ്രസ്സുകളുണ്ടായിരുന്നു കുറച്ച്, അതിൻ്റെ ഇടയിൽ അതൊക്കെ ഞാൻ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉറങ്ങണതിൻ്റെ മുന്നേ എന്തെങ്കിലും പണികളോ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വലിയ പാട്. പിന്നെ അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കും ഇങ്ങനെ കുമിഞ്ഞു കൂടില്ലല്ലോ. ഡ്രസ്സൊക്കെ മടക്കി വെക്കാൻ അപ്പം ചെയ്തിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ പാടാ. വീഡിയോ എടുത്തതാ? വീഡിയോയിൽ കണ്ടോ? എന്നിട്ട് എന്താ പ്ലേ ബട്ടൺ കിട്ടാത്ത ഈ പ്രാർത്ഥിച്ചിട്ട്? പ്രാർത്ഥിച്ചത്. ചായ കുടിച്ചോ? എന്നിട്ട് എന്താ ലേസോ? ക്ലാസ് വിട്ട് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിക്കാണ്ട് ലേസാണോ കഴിക്കുക? ലേസ് കൊടുത്തിട്ടുണ്ടാവും. അമ്പടി കേമി. നോക്കേ ടാറ്റ. അവിടെ നിൽക്കട്ടാ, നിൽക്ക് ഞാൻ മുട്ടായി ഉണ്ടോ നോക്കട്ടെ. അവിടെ നിൽക്ക്. ഓക്കെ ടാറ്റ, ബൈ ബൈ, സീ യു. ഈ കുഞ്ഞു സുന്ദരക്കുട്ടി നമ്മുടെ സബ്സ്ക്രൈബറാണ് കേട്ടോ. എപ്പോൾ കണ്ടാലും ഓടി വന്ന് കാര്യം പറയും. എൻ്റെ ചെറുതിലൊക്കെ പോലും തോന്നും കേട്ടോ. ഞാനും ഇങ്ങനെ ആയിരുന്നു, പൊട്ടിത്തെറിച്ച് എല്ലാവരോടും കാക്കേനോടും പൂച്ചേനോടും സംസാരിച്ചിട്ടായിരുന്നു കേട്ടോ. എൻ്റെ വായ ഒതുങ്ങിയിരിക്കുകയില്ല. എനിക്ക് പരിചയമുള്ളവരും പരിചയമില്ലാത്തവരൊക്കെ ഒരേപോലെ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. എനിക്കിങ്ങനെ ഒരാളെ കണ്ട് സംസാരിക്കാൻ വലിയ പാടൊന്നുമില്ല. അങ്ങനെ അതിനെ പറഞ്ഞയച്ചിട്ട് ഒരു മിഠായിയൊക്കെ കൊടുത്തു. ഭാഗ്യത്തിനൊരു മിഠായി ഉണ്ടായി. വന്നിട്ട് ഇങ്ങനെ വെറും കൈയോടെ പറഞ്ഞാൽ എന്തോ പോലെ. അപ്പോൾ ഒരു മിഠായിയും കൊടുത്തു. ഉണ്ട് നമ്മളിതാ വെള്ളയപ്പം സുട്ടെടുക്കുകയാണ് കേട്ടോ. സൂപ്പറാണ് കേട്ടോ. അത് എന്ത് ടേസ്റ്റാണെന്നറിയോ? ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് പിള്ളേർ വരുമ്പോൾ അങ്ങനെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ്. എപ്പോഴും അവർ കഴിക്കണേക്കാട്ടിലും അല്ലാതെ വെറൈറ്റി ആയിട്ട് എപ്പോഴും കഴിക്കണമെങ്കിൽ കൊടുക്കുമ്പോൾ വലിയ ഇമ്പല്ലല്ലോ. അല്ലാതെ ഉണ്ടാക്കി കൊടുക്കണതിൻ്റെ ത്രില്ലാണ് കേട്ടോ. അവർ കഴിച്ചിട്ട് അത് അടിപൊളിയാണ് എന്ന് പറയണ കേൾക്കാനും അവരുടെ മുഖത്തൊരു ചിരി വരില്ലേ സൂപ്പറായിട്ട്, അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. പണ്ടൊക്കെ വീട്ടിലാവുമ്പോൾ എൻ്റെ അനിയനായിരുന്നു അങ്ങനെ. ഫുഡ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണെങ്കിൽ അവൻ നല്ലതാണെന്ന് പറയും. അതൊരു തലകുലിക്കലുണ്ടത് കാണുമ്പോൾ വേണ്ടിയിട്ട് തന്നെ നല്ല രസമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുക്ക് ചെയ്യാനാണ് കേട്ടോ. ഞാൻ പറയാം, അത് എത്രയും മടുപ്പില്ലാണ്ട് ഞാൻ നിന്ന് ചെയ്തോളാം. അറിയണ്ട എന്താന്ന്? റവ. റവയും ഗോതമ്പും ഈസ്റ്റ് കട്ട് അടിച്ചിട്ട് വെള്ളമൊക്കെ പോലെ പെട്ടെന്ന് 1 മണിക്കൂർ മതി. ടേസ്റ്റ് ഇല്ലേ? ഇപ്പൊ വേണ്ട. ചിക്കൻ കറി ബീഫ് കറി ഒക്കെ ആണല്ലേ, സ്റ്റൂ ഒക്കെ.
അപ്പോൾ പൂജുട്ടിക്ക് വയറ് നിറയെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. കണ്ണൻകുട്ടി ദാ അവൻ്റെ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് മേല് കഴുകണുള്ളൂ കേട്ടോ. അപ്പോൾ അവന് മേല് കഴുകിയിട്ട് വിളക്ക് വെച്ചിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ആളിവിടെ ദാ വിളക്കൊക്കെ വെക്കുന്നുണ്ട് കാര്യമായിട്ട് നിന്നിട്ട്. വൈകിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വിളക്ക് വെച്ചിട്ട് നാമം ചെല്ലാൻ വേണ്ടിയിട്ട് എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അത് ആ കാര്യം വിട്ടു പോകരുത് എന്നുള്ളത്. എന്താ വെച്ചാൽ ഇപ്പോൾ ചെറുതിലേ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പൊക്കെ ആകുമ്പോൾ അവർക്ക് മടിയാണ്. ഞങ്ങൾ ചെറുതിലും അങ്ങനെ തന്നെയാണ്. ചെറുപ്പത്തിലൊക്കെ നാമം ചെല്ലാൻ ഇരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് തീർന്ന ഓടാൻ തോന്നും. നമുക്കത് അന്ന് അതിനെപ്പറ്റി അറിയില്ല. അതുപോലെ തന്നെ ആയിരുന്നു ഈ വിളക്ക് കൊളുത്തുന്ന സമയത്ത് അമ്മ ഫുഡും തരില്ല കേട്ടോ. ഹിരണ്യനെ കൊല്ലണ സമയമാണ്, അതുകൊണ്ട് ഈ സമയത്ത് വിഷാംശമാണെന്ന് പറഞ്ഞിട്ട് ഫുഡും തരില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.